നമസ്കാരം. തമിഴ്നാട്ടിൽ വീണ്ടും 400 ഏക്കറിൽ ഒരു പുതിയ EV പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നമുക്കറിയാം, ഓലയുടെയും ഏത്തറിന്റെയും എല്ലാം ഫാക്ടറികൾ തമിഴ്നാട്ടിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. തൂത്തുക്കുടിയിലാണ് ഏകദേശം 20,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വിൻഫാസ്റ്റ് എന്ന വിയറ്റ്നാമിലെ ഒരു കമ്പനി അവരുടെ EV പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിൻഫാസ്റ്റ് ഒരുപാട് വർഷക്കാലമായിട്ട് മറ്റ് പല ബിസിനസ് മേഖലകളിലും ഉണ്ടെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ മേഖലയിലേക്ക് അവർ കാലെടുത്ത് വെച്ചിരിക്കുന്നത് 2017-ലാണ്. വിയറ്റ്നാമിൽ ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ നിർമ്മിക്കുന്ന മോഡലുകളിൽ 2 മോഡലുകളാണ് തമിഴ്നാട്ടിൽ ഇവരുടെ വരാൻ പോകുന്ന പുതിയ പ്ലാന്റിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതിൽ ഒരു മോഡൽ VF3 എന്ന ഒരു ഇലക്ട്രിക് മൈക്രോ SUV ആണ്. രണ്ടാമത്തേത് ക്ലാര S എന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. 2025-ൽ ഈ വണ്ടികളുടെ എല്ലാം പ്രൊഡക്ഷൻ തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിൻഫാസ്റ്റിന്റെ ക്ലാര S എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ്. 1.8 കിലോവാട്ട് നോമിനൽ പവറും 3 കിലോവാട്ട് പീക്ക് പവറും നൽകാൻ സാധിക്കുന്ന ബോഷിന്റെ BLDC ഹബ് മോട്ടോറിൽ വരുന്ന വിൻഫാസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടോപ്പ് സ്പീഡ് 78 km/h ആണ്. എക്കോ, സ്പോർട്സ് എന്നീ 2 മോഡുകളുണ്ട്. അതേപോലെ 3.5 കിലോവാട്ട് അവറിന്റെ LG കെമിക്കൽസ് നിർമ്മിക്കുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ 6 മണിക്കൂറും ഒറ്റ ഫുൾ ചാർജിൽ 194 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് പക്ഷേ IDC റേഞ്ച് ആവാനാണ് സാധ്യത. നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏകദേശം ഒരു 140 മുതൽ 150 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. 122 കിലോഗ്രാം ആണ് വണ്ടിയുടെ ഭാരം വരുന്നത്. അതേപോലെ 22 ലിറ്റർ ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. 760 മില്ലിമീറ്റർ ആണ് സീറ്റ് ഹൈറ്റ്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ഹൈറ്റ് ലേശം കുറഞ്ഞാലും കാല് നിലത്തെത്താത്ത പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ 14 ഇഞ്ചസിന്റെ എല്ലോയ് വീലുകളുമായിട്ടാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. വിൻഫാസ്റ്റ് ക്ലാരയുടെ വിയറ്റ്നാമിലെ വില ഇന്ത്യൻ രൂപയുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 1,18,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് കാണിക്കുന്നത്. ഇവരിത് ഇന്ത്യയിൽ എത്ര രൂപയ്ക്കാണ് വിൽക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഇനിയിപ്പോ ഇന്ത്യയിലും ഏകദേശം ഇതേ വില തന്നെയാണെങ്കിൽ ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം 1,35,000 രൂപയ്ക്ക് എടുത്ത് നൽകേണ്ടി വരുമെന്നർത്ഥം. വിൻഫാസ്റ്റിന്റെ ക്ലാര S എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർ ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളാണ്. എന്തായാലും 2025 അവസാനം അല്ലെങ്കിൽ 2026 തുടക്കമാകുമ്പോഴേക്കും ഇവരുടെ വണ്ടികൾ ഇന്ത്യൻ റോഡുകളിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വിൻഫാസ്റ്റിന്റെ ഒഫീഷ്യൽ പേജാണ്. ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഗോ ഗ്രീൻ, ഗോ ഇലക്ട്രിക്.